സ്റ്റീൽ ചോറ്റുപാത്രം തുറക്കരുത്, ഇത് കേരളമാണ്. ഒരു ചോറ്റുപാത്രം കണ്ടാൽ തുറക്കുവാൻ പോലും പേടിക്കേണ്ടുന്ന ഗതികേടിലാണ് കേരളം. കാരണം ഇത് കേരളമല്ല, ചോരൻ വാഴുന്ന കോരളമാണ്. സംസ്ഥാനത്തെ പാർട്ടി ഗുണ്ടകളെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുവാൻ ലക്ഷ്യമിട്ടുള്ള സഹാബ് ഒന്നിന് ഒരു കെ ബോംബ് എന്ന പദ്ധതി ചെങ്കൊടി കൂടുതൽ ചുമപ്പിക്കുവാൻ ആരംഭിച്ചത് ഇന്നും ഇന്നലെയും ഒന്നുമല്ല. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള വിശ്വസ്ത സ്ഥാപനമാണിത്. ഇന്നലെ ഇത്തരം ഒരു ബോംബ് ഉണ്ടാക്കിയവന്റെ അപ്പൻ തന്നെ സ്ഫോടനത്തിൽ രക്തസാക്ഷിയായപ്പോൾ വാർത്തകളിൽ ഈ ചെറിയ സംഭവം ഇടം പിടിച്ചു എന്ന് മാത്രം. ഇവരെയും ഞങ്ങൾ രക്തസാക്ഷികൾ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ ഉണ്ടാക്കിയ ബോംബിന്റെ തീവ്രത പരീക്ഷിക്കുന്നത് ആദ്യം ഞങ്ങളുടെ അപ്പന്റെ നെഞ്ചത്ത് തന്നെയാണ്. പ്രഹരശേഷി കുറവാണെങ്കിൽ അത് പരിഹരിക്കുക എന്ന സതുദ്ദേശം മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്ന് മനസ്സിലാക്കുക. ക്വാളിറ്റിയിൽ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ല. പൊട്ടിത്തെറിച്ച ജീവിതങ്ങളുടെ കണക്ക് പുസ്തകം എടുത്ത് പരിശോധിച്ചാൽ അമാവാസി മുതൽ വേലായുധൻ വരെ നിരപരാധികളുടെ ജീവനെടുത്തിട്ടുണ്ട് കേരളത്തിലെ രാഷ്ട്രീയ ഈ കണ്ണൂർ സ്ക്വാഡ് എന്ന് മനസ്സിലാക്കാം. അതിലേറ്റവും പുതിയ സംഭവമാണ് ചൊവ്വാഴ്ച തലശ്ശേരി എരഞ്ഞോളിയിൽ ബോംബ് പൊട്ടിത്തെറിച്ച് വൃദ്ധം മരിച്ചത്. ഏതാണ്ട് ഉച്ചയോടെയായിരുന്നു സംഭവം. 86-കാരനായ എരഞ്ഞോളി സ്വദേശി വേലായുധനാണ് മരിച്ചത്. വീടിനോട് ചേർന്ന് ആൾതാമസമില്ലാത്ത വീട്ടിൽ തേങ്ങ പെറുക്കുവാൻ പോയതായിരുന്നു വേലായുധൻ. പറമ്പിൽ നിന്ന് കിട്ടിയ സ്റ്റീൽ പാത്രം തുറന്നു നോക്കുവാൻ ശ്രമിക്കുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ വേലായുധനെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ തൊട്ടടുത്താണ് സ്ഫോടനം നടന്ന ഈ വീട്. CPM-ന്റെ ബോംബ് നിർമ്മാണ ഹബ്ബാണ് ഇവിടം എന്നാണ് മരിച്ച വേലായുധന്റെ അയൽവാസിയായ സീന മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. സീനി അത് വെളിപ്പെടുത്തുമ്പോൾ പിറകിൽ നിന്ന അമ്മയുടെയും ബന്ധുക്കളുടെയും ഭീതിയും ഭയപ്പാടും ആ മുഖഭാവവും കണ്ടാൽ മാത്രം മതി കണ്ണൂരിലെ ജനങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുവാൻ. നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് നമുക്ക് ജീവിക്കണം, അത്രയും നമ്മൾ പറയുന്നുള്ളൂ. നമുക്ക് ബോംബ് പൊട്ടി മരിക്കാൻ ആഗ്രഹമില്ല. അപ്പോൾ നമുക്ക് നിങ്ങൾ ദയവ് ചെയ്ത് എന്തെങ്കിലും ചെയ്തിരാം. ഇവിടെ എല്ലാവർക്കും അറിയാം സത്യമായ കാര്യമാണ്. പക്ഷെ എല്ലാവരും ഭയന്നിട്ട് പേടിച്ചില്ല. ഈ വീട് ഞങ്ങൾ വാടക കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു 10-15 വർഷം മുമ്പ്. അപ്പോൾ ഈ വാടക കൊടുത്തിട്ട് വാടകക്കാരൊക്കെ പേടിച്ചിട്ട് പോയിട്ട് അവർ വന്നാണ് ഇതിൻ്റെ മുമ്പിൽ ബോംബുണ്ട്, നമുക്ക് പേടിയാവുന്നു. ആ ബോംബ് അവർ കൊണ്ടുവച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പേടിയാവുന്നതിന് വാടക ഒഴിഞ്ഞു പോയി. അപ്പോൾ ഞങ്ങൾ ഈ വീട് വിറ്റാക്കും. ഈ വീടിൻ്റെ പറമ്പത്ത് നിന്ന് 3 ബോംബ് ഇവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പോലീസിനൊന്നും ഇവർ പറയാൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ആൾക്കാർ പാർട്ടിക്കാരെടുത്തോണ്ട് പോയിട്ടുണ്ട്. അമ്മ എത്ര കാലം പിടിച്ചു വെക്കാൻ പറ്റും? അത് 10-15 വർഷം മുമ്പേ ഞങ്ങളുടെ ഈ വീട് വാടക കൊടുത്തു പോയിട്ടുണ്ട്. അപ്പോഴേ ഇതുണ്ട്. ഇപ്പൊ ഒരാൾ മരിച്ചുകൊണ്ട് ഇത് വെളിയിൽ വന്നു. ഇല്ല, ഇത് പിന്നെ ഇങ്ങനെ തന്നെ നിൽക്കണ്ട. ഇവര് ഹബ്ബാണ് ഇവരുടെ. അത് ഇതിന്റെ അടുത്തായിരുന്നു ഹബ്ബ് ഉണ്ടായിരുന്നത്. ആളൊഴിഞ്ഞ വീടുകളെല്ലാം ഹബ്ബാണ് ഇവരുടെ. പാട്ടിക്കാരുടെ ഹബ്ബാണ്. ഇനിയിപ്പോ ഇവരിപ്പോ പറഞ്ഞത് കാരണം ഇപ്പൊ ഞങ്ങളുടെ വീടിന് ബോംബ് ഇതാരും പേടിക്കണേ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ആര് പറഞ്ഞോ അവരുടെ വീട് ബോംബെറിഞ്ഞു നശിപ്പിക്കും. പിന്നെ ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. ശരി, ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ശരി, ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല, ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയാണ്. നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കാം. പലരും പേടിച്ചിട്ടാണ് പറയുന്നത്. കാരണം ഇവരുടെ വീടുകളിൽ ബോംബെറിയും, ഇല്ലെങ്കിൽ വീടുകളിൽ ജീവിക്കാൻ അനുവദിക്കില്ല. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ കണ്ണൂർ തൊട്ടാൽ പൊട്ടിത്തെറിക്കുന്ന നാടായി മാറിയിട്ട് കാലം കുറയായി. ചോറ്റുപാത്രം പോലെ ഒരെണ്ണം വഴിയിൽ കിടക്കുന്നത് കണ്ടാൽ പോലും പ്രാണരക്ഷാർത്ഥം ഓടി ഒളിക്കണം. ഇതിന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല. 25 വർഷം മുമ്പ് ആക്രി പെറുക്കുന്ന കുടുംബത്തിലെ ബാലൻ അമാവാസിയുടെ ദൈന്യത മുതൽ മലയാളികളുടെ മുന്നിലുണ്ട്. എതിരാളികളെ ആശയം കൊണ്ട് തകർക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ നേരിടുവാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ നിർമ്മിക്കുന്ന ഉഗ്ര സ്ഫോടക ശേഷിയുള്ള ബോംബുകളുടെ ഇരകളായിത്തീരുന്നത് പ്രതിയോഗികൾ മാത്രമല്ല, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളും വൃദ്ധരും സ്ത്രീകളും അന്യസംസ്ഥാന തൊഴിലാളികളും ഒക്കെയാണ്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഷെറിൻ എന്ന ചെറുപ്പക്കാരൻ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. രക്തസാക്ഷിയായിരുന്നു. 1998-ലാണ് ബോംബ് പൊട്ടി അമാവാസി എന്ന തമിഴ് നാടോടി ബാലന്റെ ഇടത് കൈയും വലത് കണ്ണും തകർന്നത്. ആക്രിവർക്ക് ജീവിച്ച് അന്നം തേടിയിരുന്ന കാളിയമ്മയുടെ മകനായിരുന്നു അമാവാസി. 1998 ഒക്ടോബറിൽ ഒരു ദിവസം അമ്മയ്ക്കൊപ്പം നടന്ന് ആക്രി സാധനങ്ങൾ പെറുക്കവേ ഒരു സ്റ്റീൽ പാത്രം കാണുവാനിടയായി. അതിനുള്ളിൽ എന്തെങ്കിലും ഭക്ഷണ സാധനം ഉണ്ടാകുമെന്ന് കരുതിയാണ് അവൻ അടപ്പ് തുറക്കുവാൻ ശ്രമിച്ചത്. ഫലം പൊട്ടിത്തെറിച്ച് ഒരു കണ്ണും കൈയും നഷ്ടപ്പെട്ടു. ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷം സ്ഫോടനം സമ്മാനിച്ച വൈകല്യവുമായി അമാവാസിയും അമ്മയും കടത്തിണ്ണയിൽ തന്നെ വീണ്ടും ശരണം പ്രാപിച്ചു. വേലായുധന്റെ മരണമടഞ്ഞ സുധാകരന്റെ ആറ്റിറ്റ്യൂഡ് ചത്തത് വൃദ്ധനല്ലേ എന്ന ഭാവം തന്നെയായിരുന്നു അന്ന് ഭരണകൂടത്തിന്. സ്ഫോടനമുണ്ടായി കണ്ണും കൈയും പോയത് ആക്രി പെറുക്കി നടന്ന തെണ്ടികൾക്കല്ലേ എന്ന്. പിന്നീട് തിരുവനന്തപുരത്തുള്ള സായിഗ്രാമം ഇരുവരെയും ഏറ്റെടുത്തു. കവി സുഗതകുമാരി അമാവാസിക്ക് പൂർണ്ണചന്ദ്രൻ എന്ന് പേരിട്ടു. പൂർണ്ണചന്ദ്രൻ സ്കൂൾ പഠനത്തിന് ശേഷം തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ ചേർന്ന് പഠിച്ചു. ഇപ്പോൾ അവിടെ തന്നെ ജോലി ചെയ്യുന്നു. ആ പഴയ ദുരന്തത്തിന്റെ സ്മരണകൾ പേറി. അമാവാസിയെ പോലെ ബോംബ് രാഷ്ട്രീയത്തിന്റെ മറ്റൊരു ഇരയാണ് 6 വയസ്സുകാരി അസ്ന.
2000 ആണ്ട് സെപ്റ്റംബർ 27-നാണ് സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. കണ്ണൂരിലും പരിസരങ്ങളിലും രാഷ്ട്രീയ പാർട്ടിക്കാർ പരസ്പരം ഏറ്റുമുട്ടി. ചെറുവാഞ്ചേരി UP സ്കൂൾ ബൂത്തിൽ നിന്ന് BJP പ്രവർത്തകർ ബാലറ്റ് പെട്ടിയും എടുത്ത് ഓടിയതിനെ കോൺഗ്രസുകാർ തടഞ്ഞു. തുടർന്നുണ്ടായ സംഘർഷത്തിനിടെ ബോംബേറുണ്ടായി. BJPക്കാർ എറിഞ്ഞ ബോംബ് സ്കൂളിന് സമീപത്തെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന അസ്ന എന്ന 6 വയസ്സുകാരുടെ അടുത്ത് വീണ് പൊട്ടിത്തെറിച്ചു. കുട്ടിക്ക് ഗുരുതരമായ പരിക്കേറ്റു. വലതുകാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു. 6ാം ക്ലാസ് മുതൽ കൃത്രിമക്കാൽ വെച്ച് നടന്ന് പരിശീലിച്ച അസ്ന പഠനത്തിൽ മിടുമിടുക്കിയായിരുന്നു. എല്ലാ ക്ലാസ്സുകളിലും ഉയർന്ന മാർക്ക് വാങ്ങി പഠിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അവൾ MBBS നേടി. ബോംബ് രാഷ്ട്രീയം പൊട്ടിത്തെറിച്ച ജീവിതം വീണ്ടും പൊട്ടിക്കിളിർത്ത ഉദാഹരണങ്ങളും ഈ കേരളത്തിലുണ്ട് എന്ന് ചുരുക്കം. 12 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള 5 കുട്ടികൾക്ക് ഇക്കാലത്തിനിടെ കണ്ണൂരിലെ ബോംബ് സ്ഫോടനങ്ങളിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് കണക്ക്. ബോംബ് രാഷ്ട്രീയം ജീവനെടുത്ത പാർട്ടി പ്രവർത്തകരുടെയും സാധാരണക്കാരന്റെയും കണക്കുകൾ എടുത്താൽ നിരവധി. ഇപ്പോഴും സാധാരണക്കാരുടെയും കുട്ടികളുടെയും പ്രായമായവരുടെയും ജീവനും ജീവിതവും തകർക്കുന്ന പ്രവണതയ്ക്ക് ഇവിടെ അറുതിയായിട്ടില്ല എന്ന പരമാർത്ഥമാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട വേലായുധന്റെ അയൽവാസി സീന എന്ന ആർമി ഓഫീസറുടെ മകളുടെ വാക്കുകളിൽ ധ്വനിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് സാധാരണക്കാരാണ്, ഞങ്ങൾക്ക് ജീവിക്കണം. ഈ മരിച്ചതും സാധാരണക്കാരനാണ്. അപ്പൊ ഞങ്ങളെപ്പോലെ സാധാരണക്കാരുടെ ഒരു അവകാശമാണ് ഞങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ. ഞങ്ങളെ കുട്ടികൾ കളിക്കുമ്പോൾ ബോംബ് വീണിട്ട് മരിക്കാൻ ഞങ്ങൾക്ക് എന്താ പറയാ, നിങ്ങളെ എല്ലാവരും മനുഷ്യരല്ലേ. ബോംബ് വീണല്ലേ ഒരാളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. 2 കൊല്ലം മുമ്പ് ആക്രി കച്ചവടക്കാരായ 52-കാരൻ അസം സ്വദേശി ഫസൽ ഹക്കും മകൻ ഷാഹിദ് ഇസ്ലാമും ഉഗ്രസ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ആക്രി എന്ന് കരുതി പെറുക്കിക്കൂട്ടിയ സ്റ്റീൽ പാത്രം തുറക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് ആ ദുരന്തവും ഉണ്ടായത്. 2 പേരും തൽക്ഷണം മരിച്ചു. പക്ഷേ മരിച്ചത് തെണ്ടികളല്ലേ. അതുപോലെ 2023 ഒക്ടോബർ 29-ന് കളമശ്ശേരിയിൽ യഹോവ സാക്ഷികളുടെ വാർഷിക റീജിയണൽ കോൺഫറൻസിൽ ഇതുപോലൊരു ചോറ്റുപാത്രത്തിൽ ബോംബുണ്ടാക്കിക്കൊണ്ട് വെച്ച് നടത്തിയ സ്ഫോടനത്തിൽ 8 പേർ മരിക്കുകയും 50-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കുറ്റസമ്മതം നടത്തി ഒരുത്തൻ അങ്ങോട്ട് ചെന്ന് കയറിക്കൊടുത്തത് കൊണ്ട് അവനെ പിടിച്ച് ജയിലിലിട്ടു. ഇവന്റെ പിന്നിൽ ആരായിരുന്നു, ഉദ്ദേശം എന്തായിരുന്നു, അടുത്ത പദ്ധതി എന്താണ് എന്നൊന്നും ഇപ്പോഴും അജ്ഞാതമാണ്. പോലീസ്, ക്രൈംബ്രാഞ്ച്, സ്പെഷ്യൽ ബ്രാഞ്ച്, ഇന്റലിജൻസ് ബ്യൂറോ, തണ്ടർബോൾട്ട്, അല്ലാത്ത ബോൾട്ട്, സ്ട്രൈക്കിംഗ് ഫോഴ്സ്, അങ്ങനെ എന്തെല്ലാം അന്വേഷണ ഏജൻസികൾ. ഇവരെല്ലാം ഒരു പട്ടിക്ക് പോലും വേണ്ടാത്തവന്റെ പുറകെ പായുകയാണ് സംരക്ഷണ കവചം ഒരുക്കാൻ. എങ്ങനെ? ഖജനാവിലെ പണവും തിന്ന്. കണ്ണൂർ ജില്ല മാത്രം അരിച്ചുപറിക്കിയാൽ ഒരു ലോക മഹായുദ്ധത്തിനുള്ള ആയുധങ്ങൾ അവിടെ കണ്ടെടുക്കാം. ബോംബ് പരീക്ഷണം നടത്തുവാനുള്ള പ്രത്യേക കേന്ദ്രങ്ങൾ പോലും അവിടെ ഇപ്പോഴും സജീവമാണ്. പക്ഷേ സേനയിലെ ചവിട്ടിക്കയറ്റിയ ശിവരഞ്ജന്മാരെ കൊണ്ട് ഇതൊന്നും നടക്കത്തില്ല. കാരണം ഇവന്മാർ ഞങ്ങളുടെയൊക്കെ വീടിന്റെയും ഓഫീസിന്റെയും കതകിനിടയിലൂടെ ഒളിഞ്ഞു നോക്കുന്നതിന്റെ തിരക്കിലാണ്. ഈ കാണിക്കുന്ന 10-11 ശുഷ്കാന്തി ഇത്തരം കേസുകളിൽ കാണിച്ചാൽ സംസ്ഥാനത്ത് എത്ര നിരപരാധികളുടെ ജീവൻ രക്ഷിക്കാം, ഭീതി അകറ്റാം. ഇതൊക്കെ കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയവിചാരം ഇതാണ്: എത്രയോ സ്റ്റീൽ ചോറ്റുപാത്രങ്ങൾ വെറുതെ പാഴായി പോകുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.